Assalamu alaikum wa rahmatullahi wa barakatuh. My name is Sheha Zainab. I am from Kannur. I am studying 9th standard. Rabbi israh li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Rabbi zidna ilman nafi'a. Rabbi yassir wa la tu'assir wa tammim bil khairi wa bika nasta'inu ya fattahu rabbi zidna ilma. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ബട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ മുഴുവനും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ആകെ ടെൻഷനാണ്, ഒന്നിലും കോൺസെൻട്രേറ്റ് കിട്ടുന്നില്ല. ഇതാണ് നമുക്ക് പലർക്കുമുള്ള പ്രശ്നം. അപ്പം നമ്മൾ ഹൗ ടു ഇൻക്രീസ് കോൺസെൻട്രേഷൻ, എങ്ങനെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഒരു ടാസ്ക് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു ടാസ്കിൽ മാത്രം നമ്മൾ ഫുള്ളി കോൺസെൻട്രേഷൻ ചെയ്യുക. ഇത് കേൾക്കാൻ നമ്മൾ സിമ്പിളായി തോന്നാം, ബട്ട് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ പോലും നമ്മളുടെ കോൺസെൻട്രേഷൻ പല വിധത്തിലുള്ളതാണ്. നമ്മൾ ക്ലാസ്സിലോട്ടല്ല കോൺസെൻട്രേറ്റ് ചെയ്യുക, നമ്മൾ ഇപ്പോഴുള്ള ബുക്കിലോ അല്ലെങ്കിൽ നമ്മളെ തോട്ട് ഫുൾ വേറെ ഇതിലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടി ഫോൺ എടുത്ത് 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഷോർട്സോ അല്ലെങ്കിൽ റീൽസോ അങ്ങനെ പലതിലേക്കും ഉൾപ്പെട്ടു പോകും. സോ ഈ ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നു. നമ്മൾ എന്താ പറയുക, ഇൻട്രസ്റ്റ് ആയിട്ട് തുടങ്ങിയ കാര്യം വരെ ഇപ്പോൾ നമുക്ക് ബോറിംഗ് ആയി തുടങ്ങി. വൺ തിങ് അറ്റ് എ ടൈം, ഒരു സമയം ഒന്ന് ചെയ്യുക. നമ്മൾ എല്ലാ കാര്യങ്ങളും മൾട്ടി ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമ്മളെ ബ്രെയിനിന് സത്യം പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഷിഫ്റ്റായി പോവാണ് ചെയ്യുക. കോൺസെൻട്രേഷൻ എന്തിൽ നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യണമെന്ന് തിരിയില്ല. അതുകൊണ്ട് നമ്മൾ ഒരു സമയം ഒരു കാര്യം മാത്രം ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ആ ഫുഡ് ഏത് പ്ലേറ്റിലാണുള്ളത്, അതിന് എന്ത് ടേസ്റ്റാണ്, അതിന് ചൂടുണ്ടോ, അങ്ങനെ അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് എന്താ പറയുക, ഒന്നിലേക്ക് മാത്രമായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ചായ കുടിക്കുമ്പോൾ ആ ചായയുടെ മഗ് കപ്പിലാണോ ഗ്ലാസ്സിലാണോ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുക. ഇവൻ ചെറിയ കാര്യം പോലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴൊക്കെ നമ്മൾ ചായ കുടിച്ചിനൊന്ന് ഓർമ്മ വരെ ഇല്ലാത്ത അവസ്ഥയാണ്. എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ആ ചായയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ വേറെ എന്തെങ്കിലും ജോലിയുടെ ഇടയ്ക്ക് ചായ കുടിക്കുന്നു, കുറച്ച് കഴിഞ്ഞാൽ ചായ കുടിച്ചെന്ന് ഓർമ്മ പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ ഓരോരോ ജോലി ചെയ്യുമ്പോഴും നമ്മൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം ചെയ്യുക. നമ്മളുടെ ബ്രെയിന് സത്യത്തിൽ മൾട്ടി ടാസ്കിനൊട്ടും അനുയോജ്യമല്ല. പഠനം തെളിയിക്കുന്നത് വെച്ചാൽ നമ്മൾ മൾട്ടി ടാസ്ക് ചെയ്യുമ്പോൾ അപ് ടു 40% നമ്മളെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ഇനി മൾട്ടി ആക്ടിവിറ്റി ചെയ്യാതെ ഇരിക്കുക. നമ്മൾ വിചാരിക്കും മൾട്ടി ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് സമയം ലാഭിക്കാം എന്നൊക്കെ വിചാരിക്കും, ബട്ട് നമ്മളെ ബ്രെയിനിനെ കോൺസെൻട്രേഷൻ കുറക്കാനാണ് അത് സാധിക്കുന്നത്. കോൺസെൻട്രേഷൻ, ഹൗ ടു കീപ്പ് കോൺസെൻട്രേഷൻ, എങ്ങനെ കോൺസെൻട്രേഷൻ കീപ്പ് ചെയ്യാം എന്നുള്ള 4 ടിപ്സ് പറയാം. ഗിവ് ഇമ്പോർട്ടൻസ് ഇൻ എവറി ആക്ടിവിറ്റി, ഒരു ചെറിയ കാര്യത്തിന് പോലും നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചായ കുടിക്കുന്നതിന് വരെ, അല്ലെങ്കിൽ ഒരു പേന എടുത്ത് നമ്മൾ വേറെ മേശയുടെ മുകളിലേക്ക് വെക്കുന്നതിന് വരെ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ഫോക്കസ് ഓൺ വൺ ടാസ്ക് അറ്റ് എ ടൈം, ഒരു സമയം ഒരു ടാസ്ക് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. മൾട്ടി ആക്ടിവിറ്റി ചെയ്യാതിരിക്കുക. ഒരു സമയം തന്നെ 2 കാര്യങ്ങളൊന്നും ഒപ്പരം ചെയ്യാതിരിക്കുക, ഒന്നിൻ്റെ ഇടയിൽ ഒന്നായിട്ട് അങ്ങനെ ചെയ്യാതിരിക്കുക. ഒരു ടാസ്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത ടാസ്കിലോട്ടേക്ക് കടക്കുക. കംപ്ലീറ്റ് വൺ ടാസ്ക്, ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. സ്റ്റേ എവേ ഫ്രം ഡിസ്ട്രാക്റ്റിംഗ് തിങ്സ്,
ഡിസ്ട്രാക്ഷൻ തിങ്സ്. നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഫോൺ ഉണ്ടാവും, ഫോണിൽ നല്ലോണം നോട്ടിഫിക്കേഷൻസ് അതൊക്കെ വരുമ്പോൾ നമ്മളെ കോൺസെൻട്രേഷൻ മാറി ഫോണിലോട്ടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡിസ്ട്രാക്ഷൻ ചെയ്യുന്ന തിങ്സൊക്കെ മാറ്റി വെക്കുക. നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് അതിലോട്ടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.